വെൽക്കം ബാക്ക് ടു അനദർ ഡേ ആൻഡ് ദ വ്ളോഗ്. സോ ഇത് പെരുന്നാൾ ദിവസമായിരുന്നേ. ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചൂട് റവമാവും ബീഫ് കറിയും. ഇതില്ലാത്തൊരു പെരുന്നാളില്ല കേട്ടോ. പിന്നെ തലേ ദിവസത്തെ ചിക്കൻ ഉണ്ടായിരുന്നു, അതുകൂടെ കഴിച്ചിട്ട് നേരെ ക്ലീനിങ് പരിപാടിയിലോട്ടാട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഫ്രഷ് ആയിട്ട് ഉമ്മാൻ്റെ വീട്ടിൽ പോകാൻ. ഫ്രഷ് ആയപ്പോഴേക്കും ഇപ്പച്ചി പള്ളിയിൽ പോയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായി ഉമ്മാൻ്റെ വീട്ടിലോട്ടാണ് പോകുന്നത്. കാരണം അവിടെയാണ് ഇപ്രാവശ്യം ഫുഡ്. ഞങ്ങൾ പെരുന്നാൾ ദിവസം നേരത്തെ ലഞ്ച് കഴിക്കും കേട്ടോ. ലഞ്ച് എന്ന് പറയാൻ പറ്റില്ല, ബ്രഞ്ച്. ഇപ്പച്ചി പള്ളിയിൽ പോയി വന്നാൽ അതെപ്പോഴാണെങ്കിലും ഞങ്ങളപ്പോൾ ഫുഡ് കഴിക്കും. ഇപ്രാവശ്യം ചിക്കൻ ബിരിയാണിയും ബീഫും പപ്പടവും തൈരൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷെ എന്നെ കൊണ്ട് കഴിക്കാൻ പറ്റില്ല. ആകെ 2 കഴിച്ചുള്ളൂ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ്. ബാക്കി ഉമ്മമാക്ക് കൊടുത്തിട്ട് മെല്ലെ സ്കൂട്ടായിട്ടോ. ഇങ്ങനെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അന്ന് വിശപ്പ് ഭയങ്കര കുറവായിരിക്കും. പിന്നെ എനിക്ക് പൊതുവേ പെരുന്നാൾക്ക് വെറുംചോറും പപ്പടവും മോരുകാച്ചിയതും ബീഫൊക്കെ കഴിക്കാനാണ് ഇഷ്ടം. പക്ഷേ ഇപ്രാവശ്യം ഇതാണ് ഉണ്ടാക്കിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ്. ഇപ്പച്ചി ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ട് അറിവുള്ളോടത്ത് പോയിട്ടോ. പിന്നെ ഞങ്ങൾക്ക് വീട്ടിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് തിരിച്ച് വീട്ടിൽ തന്നെ പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ഇമ്മച്ചി ബ്ലാക്ക് ഷോൾ മാറ്റാൻ പറഞ്ഞു കേട്ടോ. പിന്നെ ലാസ്റ്റ് ഈ ഓറഞ്ച് ഷോൾ ഇടാന്ന് വിചാരിച്ചു. പണിയെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഇമ്മച്ചി കേക്ക് റെഡിയാക്കി വെച്ചിരുന്നല്ലോ, അതൊന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തിട്ട് വേണം ഇപ്പാൻ്റെ വീട്ടിലേക്ക് ഇതുകൊണ്ട് പോകാൻ. കട്ട് ചെയ്യാൻ കുറച്ച് അധികം ഞാൻ കഷ്ടപ്പെട്ടു കേട്ടോ. കാരണം കേക്ക് വെച്ച് വെച്ചിരുന്നത് ഫ്രീസറിലാണ്. പിന്നെ ഒരുവിധം കട്ട് ചെയ്ത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചു. അതിൻ്റെ ഇടയിൽ ഒരാൾ കേക്ക് എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. സോ ക്രീം കൊടുത്ത് നമ്മൾ അവനെ അഡ്ജസ്റ്റ് ചെയ്തു. കേക്കൊക്കെ സെറ്റാക്കി പാക്ക് ചെയ്ത് ഫ്രിഡ്ജോട്ട് തന്നെ വെച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞ് പോകാമെന്ന് വിചാരിച്ചു. തറവാട്ടിലോട്ടാണല്ലോ, അപ്പോൾ എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ ഒരുമിച്ച് കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ലേറ്റ് ആയിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞാൽ റെസ്റ്റിംഗ് ആയിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് ഒന്നും കഴിച്ചിട്ടില്ല. ഹെവി ആയിട്ട് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പണിയും ചെയ്തിട്ടില്ല. എന്നാലും പെരുന്നാളായ പിന്നെ പ്രത്യേകിച്ച് ഒരു ക്ഷീണവും തളർച്ചയൊക്കെയാണ്, എന്താ ചെയ്യുക. പിന്നെ കുറച്ച് കച്ചറയും ബഹളമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റെഡി ആയിട്ട് ഇപ്പാൻ്റെ വീട്ടിൽ പോകട്ടോ, തറവാട്ടിലോട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഇപ്പാൻ്റെ അനിയത്തിനെയും കുട്ടികളൊക്കെ പിക്ക് ചെയ്യാണ്ടായിരുന്നു. സോ അവരെയും പിക്ക് ചെയ്തിട്ടാണ് തറവാടി പോയത്. അങ്ങനെ അവിടെ എത്തി പിന്നെ കേക്കൊക്കെ കഴിച്ചു. ഇതായിരുന്നു കേട്ടോ കേക്ക്. കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് വീണ്ടും വീട്ടിലോട്ട് തന്നെ പോവാണ്. പിന്നെ പ്രത്യേകിച്ച് അങ്ങോട്ട് പോകാനൊന്നും ഇല്ലായിരുന്നു. തിരിച്ചു വന്നപ്പം ഇപ്പാൻ്റെ അനിയനും വൈഫൊക്കെ വീട്ടിൽ വന്നു. സോ അവർക്ക് വേണ്ടിയിട്ട് സ്നാക്സും പാലും വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു. പക്ഷേ പാൽ അന്നത്തെ ദിവസം എവിടെയും കിട്ടാനില്ല കേട്ടോ. 2-3 സ്ഥലത്ത് ചോദിച്ചു, എവിടെയും ഇല്ലായിരുന്നു. അങ്ങനെ സ്നാക്സ് വാങ്ങി വീട്ടിൽ വന്നു, ഒരു ഐസ്ക്രീം കഴിച്ചു. പിന്നെ കുറച്ച് നേരം ഉറങ്ങി എണീറ്റു കേട്ടോ. ഞാൻ നല്ല തലവേദന ഉണ്ടായിരുന്നു, നല്ല വെയിലായിരുന്നല്ലോ. അത് കഴിഞ്ഞപ്പോൾ അനിയൻ മുകളിലത്തെ റൂമിലാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ പോയി കുറച്ച് നേരം ഇരുന്നു കേട്ടോ. അവൻ എണീറ്റിട്ട് വന്ന് ഈ റവമാവും ബീഫ് കറിയും കഴിച്ചു. എഗെയിൻ എനിക്ക് അത്ര ഇഷ്ടമാട്ടോ ഈ ഒരു കോമ്പോ. ഇതും വെച്ച് ഈവനിങ് മേമി അപ്പപ്പൊക്കെ ഉണ്ടായതുകൊണ്ട് ചക്ക കൂട്ടാനും ബീഫ് കറിയും ഉപ്പുമാവും ഉണ്ടാക്കിയതായിരുന്നേ. പിന്നെ ഓലൊക്കെ പോയിട്ട് രാത്രി വീണ്ടും ഉമ്മാൻ്റെ വീട്ടിൽ തന്നെ പോകാട്ടോ. ഉമ്മാൻ്റെ അനിയത്തിയും ഹസ്ബൻഡും കുട്ടികളൊക്കെ രാത്രിയാണ് വന്നത്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആസ് യൂഷ്വൽ ഒന്നെങ്കിൽ ഉപ്പിട്ട നാരങ്ങളും അല്ലെങ്കിൽ മോരും വെള്ളം ഇതെന്തെങ്കിലും കുടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ അതൊക്കെ കുടിച്ച് കുട്ടികളുടെ ഒപ്പമൊക്കെ കുറച്ച് നേരം ഇരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും വീട്ടിലോട്ട് തന്നെ പോവുകയാണ്. ഇത് തന്നെയായിരുന്നു അന്ന് മൊത്തം പണിയെന്ന് ചോദിച്ചാൽ. മേമി അപ്പാപ്പി അന്ന് അവിടെ സ്റ്റേ ആയിരുന്നേ. എല്ലാവർക്കും കൂടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ല, കാരണം അതൊരു കുഞ്ഞു വീടാണ് കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോയി. കൂടെ മേമാൻ്റെ 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മേമാക്ക് 3 കുട്ടികളാണ്. അവർ 2 പേരും പിന്നെ എൻ്റെ അനിയത്തിയും ഞാനും, ഞങ്ങൾ 4 പേര് ഇപ്പച്ചിൻ്റെ റൂമിലാട്ടോ അന്ന് കിടന്നത്. തൽക്കാലത്തേക്ക് ഇപ്പച്ചിനെയും അനിയനെയും മുകളിലത്തെ എൻ്റെ റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. കുറേ നേരം കഴിഞ്ഞിട്ടോ കിടക്കാൻ പോകുന്നത്. അതുവരെ ചെക്കനും ഉണ്ടായിരുന്നു റൂമിൽ. പിന്നെ പറയണ്ടല്ലോ, മൊത്തം കച്ചറയിക്കാരം. അവൻ്റെ എന്ത് സാധനം തൊട്ടാലും പിന്നെ അവിടെ കച്ചറയാണ്. അങ്ങനെ ഒരുവിധം എല്ലാത്തിനും സൈഡാക്കിയിട്ട് അന്നത്തെ ദിവസം വൈൻഡപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.